ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള തുടർമാനമായ നമ്മുടെ പഠനത്തിൻ്റെ 12-ാം ഭാഗത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമർ 6-ന്റെ 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ആ വേദഭാഗം വായിച്ചു കേൾക്കാം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആമേൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. നമ്മൾ കഴിഞ്ഞ ആഴ്ച റോമർ 6 കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ റോമാലേഖനത്തിൻ്റെ മൊത്തം ഉള്ളടക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളൊരു പുതിയ ഭാഗത്ത് കടന്നു വന്നിരിക്കുകയാണ്. 3 അധ്യായങ്ങൾ ഇനി വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. റോമർ 6, 7, 8. അതിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 11 വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് ഉപദേശ ഭാഗം. ഇനി അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ ഇന്നത്തെ വേദഭാഗം ആരംഭിച്ചത് കണ്ടല്ലോ, ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ട 11 വാക്യങ്ങളിലും കണ്ട ഉപദേശ തത്വത്തെ ആധാരമാക്കിക്കൊണ്ടാണ് പ്രായോഗിക തലത്തിലുള്ള ചില പ്രബോധനങ്ങളും കൂടെ പറഞ്ഞ് അപ്പോസ്തലൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യം ഒന്ന് ഓർക്കണം. പാപത്തിനെതിരായുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുവാൻ നമ്മൾ ഈ വേദഭാഗത്തിൽ കണ്ട ക്രിയകളെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഒരു 3 ക്രിയകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. അറിയുക, വിശ്വസിക്കുക, എണ്ണുക. ഞാൻ അറിയണം എൻ്റെ പഴയ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലേ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണ്. എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാനിപ്പോൾ ഒരു പുതു സൃഷ്ടിയാണ് എന്ന് അറിയണം, വിശ്വസിക്കണം. അങ്ങനെ തന്നെ എന്നെ എണ്ണണം. ഇത്രയും ബുദ്ധിപരമായ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇനി അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ ശുദ്ധീകരണം, പ്രായോഗിക തലത്തിൽ പാപത്തിൻ്റെ മേൽ എങ്ങനെ ജയം കൊണ്ടാടാമെന്നുള്ളത് അപ്പോസ്തലൻ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ, ആമുഖമൊക്കെ വളരെ ചുരുക്കത്തിൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാതലായ പ്രബോധനം പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ പാപം നിങ്ങളുടെ ശരീരത്തിൽ ഇനി വാഴരുത്. ഇനി ഈ വാക്യം അല്ലെങ്കിൽ ഈ ഭാഗം മാത്രമല്ല, ഇന്നത്തെ മൊത്തം ഉപദേശം, ഇന്നത്തെ മൊത്തം നമ്മുടെ പഠനം മനസ്സിലാക്കുവാൻ സഹായകമായ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു രാജാവുണ്ടെന്ന് ചിന്തിക്കുക, സങ്കല്പിക്കുക. ആ രാജാവിന് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ താൻ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ ദത്തെടുത്ത മക്കളെല്ലാം ഒരു ചേരി പ്രദേശത്തെ അനാഥരാണ്. അപ്പോൾ ആ ചേരി പ്രദേശത്ത് വളർന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ രീതികൾ, അവരുടെ ചേഷ്ടകൾ, അവരുടെ സംസാരം, അവരുടെ ഇടപാടുകൾ എല്ലാം, ആ ഇടപെടുന്ന രീതികളെല്ലാം ചേരി പ്രദേശത്തോട് ചേർന്ന് പോകുന്നതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ വളർന്നതുകൊണ്ട് അവർക്ക് ആ ചേരി പ്രദേശത്തെ ഒരു സംസ്കാരമാണ്, അതവരുടെ രീതികളാണ്, ശീലങ്ങളാണ്. രാജാവ് അവരെ ദത്തെടുത്തു. ഇനി അവർ ചേരി പ്രദേശത്തെ അനാഥരല്ല, ഇനി അവർ രാജകുമാരനും രാജകുമാരികളുമാണ്.
അപ്പോൾ രാജാവ് ഇവരെ ദത്തെടുത്ത് ആ ഔദ്യോഗിക പരിപാടിയെല്ലാം കഴിഞ്ഞേച്ച് അവരെ വിളിച്ച് തൻ്റെ അടുക്ക വിളിച്ചിട്ട് പറയുന്ന ഒരു രംഗം ഒന്ന് സങ്കല്പിക്കുക. അതാണ് ദൃഷ്ടാന്തം. രാജാവ് അവരോട് പറയുന്നത്, മക്കളെ, നിങ്ങൾ പണ്ട് ചേരി പ്രദേശത്ത് വളർന്നവരായിരുന്നു, പണ്ട് നിങ്ങൾ അനാഥരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് പിതാവായിട്ട് ഞാനുണ്ട്. ഞാൻ വെറുമൊരു പിതാവല്ല, ഞാൻ രാജാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പഴയ രീതിയിലൊന്നും പെരുമാറുകയോ നടക്കുകയോ ചെയ്യുകയോ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പുതിയ പദവിക്കൊത്തവണ്ണം ജീവിക്കണം. നിങ്ങൾക്ക് നൽകപ്പെട്ട ഒരു പദവിയുണ്ട്. അത് ഞാൻ ദാനമായിട്ട് കൃപയായിട്ട് നൽകിയ ഒന്നാണ്. എനിക്ക് നിങ്ങളെ തന്നെ ദത്തെടുക്കണമെന്നില്ലായിരുന്നു. എനിക്ക് വേറെ ആരെങ്കിലും ദത്തെടുക്കാമായിരുന്നു. നല്ല വേറൊരു കൊട്ടാരത്തിൽ നിന്ന് വേണേൽ ദത്തെടുക്കാമായിരുന്നു. വേറൊരു രാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന്. ഞാൻ പക്ഷേ കൃപയാൽ തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലഭിച്ചിരിക്കുന്ന പദവി, ദത്തെടുക്കപ്പെട്ട രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നുള്ള പദവി എൻ്റെ കൃപയാലാണ്. പക്ഷേ ആ പദവി നിമിത്തം നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങൾ ആ പദവിക്ക് ഒത്തവണ്ണം നടക്കണം. നിങ്ങളുടെ നടപ്പ് ഈ പദവിയോട് പൊരുത്തപ്പെട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് പഴയ ചില ശീലങ്ങളൊക്കെ ഉണ്ട്, പഴയ ചില രീതികളുണ്ട്, സംസാര രീതിയുണ്ട്, നിങ്ങളുടെ വസ്ത്ര ഒരു രീതിയുണ്ട്. അതെല്ലാം ഇനി മാറ്റണം. നിങ്ങൾക്ക് പുതിയ നൽകപ്പെട്ട പദവിക്കൊത്തവണ്ണമുള്ള ഒരു നടപ്പുണ്ടാവണം, അല്ലേ? അങ്ങനെ അവർക്ക് ആ പദവി നിമിത്തം ഒരു ബാധ്യത കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുഞ്ഞുങ്ങൾ അങ്ങനെ അനുസരിക്കുമ്പോൾ അവർ ആ പദവി നേടിയെടുക്കുകയല്ല, അല്ലേ? അനുസരിച്ച് നേടിയെടുക്കുകയാണ്. എന്നെ ഒന്ന് ദത്തെടുക്കണേ എന്ന്, അല്ലേ? ആ രാജാവിൻ്റെ മുമ്പിൽ കിടന്ന് പരിശ്രമിക്കുകയല്ല. രണ്ടാമത് ദത്തൊക്കെ എടുത്തു രാജാവൊക്കെ ഇനി അനുസരിക്കൊന്നും വേണ്ട, പഴയ പോലൊക്കെ തന്നെ ചേരി പ്രദേശത്തെ പോലെ തെറിയൊക്കെ പറഞ്ഞ് എനിക്ക് എന്ന് ലൈസൻസ് എടുക്കാനും പറ്റത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ശരിക്കും എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത്? അയ്യോ, എന്നെ ഈ രാജാവ് കനിഞ്ഞ് ദത്തെടുത്തിരിക്കുകയാണ്, ആ രാജാവിന് പേരുദോഷം വരാതിരിക്കാൻ ഞാൻ ആ രാജാവിൻ്റെ പേരിനും മഹിമയ്ക്കും ഒത്തവണ്ണം നടക്കും. ഇല്ലെങ്കിൽ മാനഹാനിയും നാണക്കേടും പുള്ളിക്കാണ് വരാൻ പോകുന്നത്, എനിക്കല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ രാജാവിൻ്റെ പൂർണ്ണമായിട്ടും അവൻ്റേതായതുകൊണ്ട് അവൻ്റെ നാമത്തിന് കോട്ടമൊന്നും വരുന്ന രീതിയിൽ പഴയ ശീലങ്ങളോ പഴയ പരിപാടികളോ ഒന്നും ഞാൻ തുടരത്തില്ല എന്ന് ഈ ബന്ധത്തിൽ കടന്നു വന്നതിൻ്റെ ഉറപ്പും അതിനോടുള്ള തൻ്റെ നന്ദി സൂചകവുമായിട്ട് ആ കുഞ്ഞുങ്ങൾ അനുസരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ രക്ഷയുമായിട്ട് വളരെ ചേർന്നു പോകുന്ന ഒരു സാദൃശ്യം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമാണ് ഞാനിവിടെ പറഞ്ഞത്, അല്ലേ? ദൈവം നമ്മളോട് കനിവ് തോന്നി നമുക്കൊരു പദവി തന്നിരിക്കുകയാണ്, നീതിമാൻ, അല്ലേ? രക്ഷിക്കപ്പെട്ടവൻ, ക്രിസ്തുവിൽ നീതിമാൻ എന്ന പദവി. ആ പദവി ലഭിച്ചത് കൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട്, ആ പദവിക്ക് ഒത്തവണ്ണം നടക്കണം. പക്ഷെ നടപ്പ് നമ്മൾ ഈ പദവി നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് സ്വയരക്ഷാ പദ്ധതിയായി പോകും, സ്വയനീതിയായി പോകും. അങ്ങനല്ല, നമ്മൾ വിശുദ്ധിയിൽ നടക്കുന്നത് നീതിമാൻ എന്നുള്ള ആ പദവി നേടിയെടുക്കാനല്ല, അത് മതമാണ്, അതല്ല സുവിശേഷം. രണ്ടാമത് പദവിയൊക്കെ കിട്ടി ഇനി പോകാൻ വിശുദ്ധി എന്ന് പറയുന്നത് നന്ദികേടും ചെറ്റത്തരവുമായി പോകും. അതും അല്ല, കൃപയാൽ എനിക്ക് ദാനമായിട്ട് ലഭിച്ചിരിക്കുന്ന നീതിമാൻ എന്ന പദവി തന്ന ഈ ദൈവത്തെ മാനിക്കുവാൻ എൻ്റെ ഉള്ളിൽ സ്നേഹം എന്നെ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാമം, അവിടുത്തെ നാമം ദുഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ നാമത്തിനും ആ വ്യക്തിക്കും ഒത്തവണ്ണം നടക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു ഒബ്ലിഗേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഒരു ബാധ്യത എൻ്റെ മേൽ കിടക്കുന്നു. കണ്ടോ? അതൊന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, സ്നേഹം നിമിത്തം കടന്നു വരുന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ, ഈ ദൃഷ്ടാന്തം നിങ്ങൾക്ക് മനസ്സിലായാൽ ഇന്നത്തെ പഠനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ ശരീരങ്ങളിൽ, മർത്യശരീരത്തിൽ ഇനി വാഴരുത്. ഇതൊരു പ്രബോധനമാണ്, ഇതാണ് കാതലായ പ്രബോധനം. ഈ പ്രബോധനത്തെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ മുഴുവൻ പഠനം. അപ്പോൾ ഇപ്പോൾ നാം ക്രിസ്തുവിൽ ദൈവത്താൽ നീതീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാൽ നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താണ്? നമ്മുടെ ശരീരങ്ങളെ ഭരിക്കാൻ പാപത്തിനെ നാം അനുവദിക്കരുത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, പാപത്തിൻ്റെ അധീനത, അതിൻ്റെ കർത്തൃത്വം നീങ്ങിപ്പോയി, പക്ഷെ പോരാട്ടം നീങ്ങിപ്പോയിട്ടില്ല. നീങ്ങിപ്പോയെങ്കിലും അത് വീണ്ടും ഭരിക്കാനായിട്ട് കയറി വരികയാണ്. നമ്മൾ പറഞ്ഞു വിട്ടു, ഈ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടു, പക്ഷെ വീണ്ടും കയറി വരികയാണ്, എനിക്ക് ഭരിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതാണ് പാപപ്രലോഭനം, അല്ലേ? അപ്പോൾ
നമ്മൾ പാപത്തെ നമ്മുടെ ശരീരത്തിൽ വാഴുവാൻ അനുവദിച്ചു കൊടുക്കരുത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, പാപം ചെയ്യുന്നത് അസാധ്യമല്ല. ഒരു വീണ്ടും ജനിച്ച വ്യക്തിയെ സംബന്ധിച്ച് പാപം ചെയ്യാനേ പറ്റത്തില്ലെന്നല്ല. പാപമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വീണ്ടും വീണ്ടും ഈ പാപം ഭരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നമ്മൾ പാപം ചെയ്യും, അനുവദിക്കാതിരുന്നാൽ നമ്മൾ വിശുദ്ധിയിൽ നടക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അനുവദിച്ച് കൊടുക്കാതിരിക്കേണ്ടത്? പാപം എൻ്റെ ശരീരത്തിൽ വാഴരുത്. വാഴരുത് എങ്ങനെ? അതാണ് അടുത്ത വാക്യത്തിൽ. എങ്ങനെ? നിങ്ങളുടെ ശരീര അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അപ്പോൾ കണ്ടോ, ശരീരം എന്ന് പറയുമ്പോൾ ശരീര അവയവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഞാൻ പാപത്തിന് വാഴാൻ അനുവദിക്കാതിരിക്കേണ്ടത്? നിങ്ങളുടെ ശരീര അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചു കൊടുക്കരുത്. പാപത്തിന് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചു കൊടുത്താൽ ശരീര അവയവങ്ങളിലൂടെ അതെന്ത് പ്രവർത്തിച്ചെടുക്കും? അനീതി പ്രവർത്തിച്ചെടുക്കും. അതിനുള്ള ആയുധങ്ങളാക്കി, യുദ്ധക്കോപ്പുകളാക്കി നിങ്ങളുടെ ശരീര അവയവങ്ങളെ പാപം മാറ്റും. അല്ലേ? പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. രണ്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ഏൽപ്പിച്ചു കൊടുക്കണം. രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ ആദ്യം ഒന്ന് സമർപ്പിക്കണം. അല്ല, എൻ്റെ ശരീരാവയവങ്ങളല്ല, ആദ്യം നിങ്ങളെ തന്നെ സമർപ്പിക്കണം. എന്ത്? ഞാൻ മരിച്ചിട്ട് വീണ്ടും ജനിച്ചവനാണ്. അല്ലേ? നമ്മുടെ രക്ഷയിലൂടെ കടന്നു വന്നിരിക്കുന്ന ആ വ്യക്തിത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കണം. രണ്ടാമത്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതി പ്രവർത്തിക്കാനുള്ള ആയുധങ്ങളാക്കി സമർപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയുക, വിശ്വസിക്കുക, എണ്ണുക എന്നുള്ള വിശുദ്ധീകരണത്തിലെ നമ്മുടെ 3 ഉത്തരവാദിത്തങ്ങൾ കണ്ടു. 4ഉം 5ഉം ഇതാണ്ട് ഈ വാക്യത്തിലുണ്ട്. എന്താണ്? സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലേ? എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം ദൈവത്തിന്. രണ്ടാമത്, എൻ്റെ ശരീര അവയവങ്ങളെ നീതിക്കായി ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഈ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സമർപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക ഒരു വഴിത്തിരിവ് വന്നപ്പോൾ, വലിയൊരു ക്രൈസിസ് വന്നപ്പോൾ, അല്ലേ, ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു, ഇനി ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്വഭാവം വെച്ച് തന്നെ നമുക്കറിയാം ഇത് തുടർമാനമായ ഒരു സമർപ്പണമാണ്. കാരണം പോരാട്ടവും തുടർമാനമാണ്. മാത്രമല്ല, നമ്മളിനി മുൻപോട്ട് പോകുമ്പോൾ ഇതേ വേദഭാഗത്തിൽ തന്നെ ഈ തുടർമാന സ്വഭാവം വെളിപ്പെടുത്തുന്ന വാക്യങ്ങളുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ അതിനെ സൂചിപ്പിക്കാം. എന്തായാലും ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വെക്കുക, ഇത് ഒരു വലിയ മുഹൂർത്തമല്ലിത്. ഏതോ ഒരു വലിയ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ അങ്ങ് എന്നെ സമർപ്പിച്ചു, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ഉടനീളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ലക്ഷണമായിരിക്കണം. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരങ്ങളെ നീതി പ്രവർത്തിപ്പാൻ ആയുധങ്ങളായി ഏൽപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളത്. ഇവിടെ ഈ ശരീര അവയവങ്ങൾ നമ്മൾ നീതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതേ വിഷയം പിന്നീട് റോമർ 12 നമുക്കറിയാം. നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി അർപ്പിക്കണം. അതാണ് യുക്തമായ ആരാധന. സുവിശേഷത്തിൽ ഇത്രത്തോളം ദൈവസ്നേഹം വെളിപ്പെടുത്തി അത് നമ്മൾ രുചിച്ചറിഞ്ഞ് വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഏറ്റവും കാതലായ യുക്തമായ ആരാധന എന്താണ്? എൻ്റെ ശരീരത്തെ ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അത് വീണ്ടും പ്രായോഗിക വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അപ്പോസ്തലൻ വീണ്ടും അത് പറഞ്ഞാണ് റോമർ 12 ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും കാണുന്നതാണ്. പക്ഷെ ഇപ്പോഴും വീണ്ടും ഒന്ന് സൂചിപ്പിക്കട്ടെ, അത് കാതലായ വിഷയമാണ്. യുക്തമായ ആരാധന. നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? എൻ്റെ ശരീരത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ആ കണ്ട ദൃഷ്ടാന്തത്തിൽ നമ്മുടെ പിള്ളേരെ ഓർത്താൽ മതി. ഇവർക്ക് ദേഷ്യം വരുമ്പോൾ പഴയ പോലെ ചേരി പ്രദേശത്തെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ എടാ വാടാ പോടാ എന്നൊക്കെ പറയാൻ തോന്നും. പഴയ ശീലങ്ങൾ വന്ന് അവരുടെ ശരീരത്തെ ഭരിക്കാൻ നോക്കും, അവരുടെ നാവിനെ ഭരിക്കാൻ നോക്കും. അപ്പോൾ അവർ ഓർക്കണം, അയ്യോ പഴയ പോലെ നമ്മുടെ മറ്റേ അവിടെ പറഞ്ഞ പോലെ ഒന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല, ഇത് രാജാവിൻ്റെ കൊട്ടാരമാണ്, എൻ്റെ അന്തഃപുരമാണ്, അവിടെയൊക്കെ കയറി ഈ മറ്റേ ഭാഷ ചേരത്തില്ല എന്നുള്ളൊരു ബോധ്യം. അല്ലേ? അപ്പോൾ നമുക്കും അത് തന്നെയാണ്. നമ്മൾ പണ്ട് ചെയ്ത് പരിചരിച്ച ഒരു രീതിയുണ്ട്, അതിനെയാണ് പാപശീലങ്ങൾ. അല്ലേ? ദേഷ്യം വരുമ്പോൾ കോപിക്കുന്നു. അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിൻ്റെ മോഹം വരുമ്പോൾ അതിനെ അങ്ങ് പൂർത്തീകരിക്കുന്നു. അല്ലേ? നമ്മുടെ ജഡമോഹങ്ങളെയും ജഡാഭിലാഷങ്ങളെയും പൂർത്തീകരിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചത്. ഇനി അത് പാടില്ല. പാപസ്വഭാവങ്ങൾ, പാപശീലങ്ങൾ ഒക്കെ
ഇനി മാറ്റിവെക്കണം. അതാണ് അവിടെ പറഞ്ഞത്, സ്വന്തം മോഹങ്ങൾ അല്ലേ. നമ്മൾ 12 തന്നെ കണ്ടു, മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ അത് വാഴരുത്. അതിനു വേണ്ടിയിട്ടാണ് അത് കടന്നു വരുന്നത്, വാഴാൻ വേണ്ടി. നിങ്ങളുടെ മോഹങ്ങളൊക്കെ ഒന്ന് നിവർത്തിച്ചേ അല്ലേ. അപ്പോൾ ശരീരത്തിന് ചില പാപകരമായിട്ടുള്ളതും സ്വാർത്ഥമായിട്ടുള്ള ചില വഴികളൊക്കെ ഉണ്ട്. അതിനെയാണ് പാപശീലങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇനി നടക്കാൻ പാടില്ല. അതാണ് ഈ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നത് അല്ലേ. അത് തുടരാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ശരീരാവയവങ്ങളെ നീതി പ്രവർത്തിക്കുന്നതിന് മാത്രമായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നാം ഉറപ്പാക്കണം അല്ലേ. അതൊരു വലിയ ഉത്തരവ്, ഒരു വലിയ പ്രസംഗം, അത് തന്നെ ഒരു പ്രസംഗമാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്നതായിരിക്കും. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് കണ്ടു, എങ്ങനെ ചെയ്യണമെന്ന് കണ്ടു, എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് 14-ാം വാക്യം. എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതൊരു വസ്തുതയാണ്. വേണമെങ്കിൽ നമുക്കൊരു വാക്തത്വമാണെന്ന് വേണമെങ്കിലും പറയാം. ഒരു വസ്തുതാപരമായിട്ട് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തികളായതുകൊണ്ടും നിങ്ങളുടെ പഴയ മനുഷ്യൻ നീങ്ങിപ്പോയതുകൊണ്ടും നിങ്ങൾ പാപത്തിൻ്റെ അധീനതയിൽ അല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് പാപത്തോട് വേണ്ട എന്ന് പറയുവാൻ കഴിയും. കേട്ടോ ആ സന്ദേശം കേട്ടോ. നിങ്ങൾക്ക് പാപത്തോട് വേണ്ട എന്ന് പറയുവാൻ കഴിയും. കാരണം നിങ്ങൾ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് സ്വതന്ത്രരാണ്. അതാണ് വീണ്ടും ജനിച്ച വ്യക്തികളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സത്യാവസ്ഥ, ഒരു വസ്തുതയാണത്. അത് നമ്മൾ വിശ്വസിക്കണം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എൻ്റെ പഴയ മനുഷ്യൻ നീങ്ങിപ്പോയി, ഞാൻ ഇനി പാപത്തിൻ്റെ കീഴിലല്ല, ഞാൻ എന്നെ അങ്ങനെ തന്നെ എണ്ണണം. എങ്കിലേ ഈ പറഞ്ഞ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. മാത്രമല്ല, രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ ഇതൊക്കെ ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പാപത്തിൻ്റെ അധീനതയെ കിടന്നുകൊണ്ട് പാപത്തോട് വേണ്ട എന്ന് പറയുക, അത് നടക്കത്തില്ല അല്ലേ. പാപത്തിൻ്റെ അധീനതയെ കിടക്കുന്നു പറയാം, പാപമേ പോ, അങ്ങനെ പോകാൻ പറഞ്ഞാൽ പോകത്തില്ല. പാപം നിങ്ങളുടെ യജമാനനാണ്. ശരിക്കും വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് ഈ പറഞ്ഞ 14-ാം വാക്യം സത്യാവസ്ഥയാവത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ 12-ലും 13-ലും പറഞ്ഞ വാഴാതിരിക്കുവാനും ഏൽപ്പിച്ച് കൊടുക്കാതിരിക്കുവാനും പാപത്തോട് വേണ്ട എന്ന് പറയുവാനും ഒക്കെ കഴിയത്തുള്ളൂ. വീണ്ടും ജനിക്കാത്ത വ്യക്തികൾക്ക് വിശുദ്ധിയിൽ നടക്കുവാൻ കഴിയുകയില്ല. അത് അസാധ്യമാണ്. ഈ ബന്ധനം, ഈ ആധിപത്യം നീങ്ങിപ്പോയ വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് മാത്രമേ പാപം വീണ്ടും വലിഞ്ഞു കയറി വരുമ്പം പോടാന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു സത്യാവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ സ്വാതന്ത്ര്യമൊക്കെ എവിടുന്ന് വന്നു? കൃപയാൽ അല്ലേ. ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ അല്ലേ. നിങ്ങൾ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടു. എങ്ങനെ? കൃപയാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് പാപത്തോട് വേണ്ട എന്ന് പറയാൻ കഴിയും. ഇതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട 1-ാം വാക്യത്തിലെ ആ എതിർ അഭിപ്രായം ഒന്ന് ചിന്തിച്ചേ. എതിർ അഭിപ്രായം പറയുന്ന ഒരു കൃപ പാപത്തിനുള്ള ലൈസൻസ് ആണെന്നാണ് ഇവിടെ കണ്ടോ പൗലോസ് പറഞ്ഞു വരുന്ന കണ്ടോ. കൃപ പാപത്തിനുള്ള ലൈസൻസ് അല്ല. മാത്രമല്ല, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് കൃപ. കൃപ കടന്നു വന്ന വ്യക്തികൾക്കേ പാപത്തോട് വേണ്ട എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃപ വിശുദ്ധിക്ക് എതിരല്ല, വിശുദ്ധീകരണത്തിൽ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം കൃപ കടന്നു വന്ന് പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്ക് മാത്രമേ പാപത്തോട് വേണ്ട എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നീ ഇവിടെ വാഴണ്ട, ഇറങ്ങിപ്പോ, എൻ്റെ ശരീരത്തെ തുടരുത്. ഈ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ കൃപ ആദ്യം കടന്നു വരണം. പക്ഷെ അങ്ങനെ കടന്നു വന്നവർക്ക് വസ്തുതയാണ്, നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. അത് വിശ്വസിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ എണ്ണുമെങ്കിൽ നിങ്ങൾക്ക് ഈ സമർപ്പണവും ഈ ഏൽപ്പിച്ചു കൊടുക്കലിലൂടെയും പാപത്തിൻ്റെ വാഴ്ചയ്ക്കെതിരെ പോരാട്ടം നടത്തുവാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഇനി 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചോദ്യം കടന്നു വരികയാണ്. അങ്ങനെ നമ്മൾ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് സ്വതന്ത്രരാണെങ്കിൽ 15, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത് അല്ലേ. ഈ സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്നാണ് ഈ എതിർ അഭിപ്രായം പറഞ്ഞവൻ ആദ്യം പറഞ്ഞത് 1-ാം വാക്യത്തിൽ. പാപത്തിൽ നിന്നൊക്കെ നമ്മൾ എന്തിനു വിട്ടുമാറണം? കൃപയാൽ രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പം പാപത്തിൽ തുടർന്നാൽ എന്ത്, തുടർന്നില്ലേ എന്ത്? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അവർ അനുമാനിക്കുന്നത് അല്ലേ. എന്നാൽ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. വീണ്ടും അപ്പോസ്തലൻ്റെ ഉത്തരം 1-ാം വാക്യത്തിലും ഇവിടെ 15-ാം വാക്യത്തിലും ഒരു നാളും അരുത്. സുവിശേഷം, കൃപയുടെ ഉപദേശം ഒന്നും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെയൊക്കെ പലപ്പോഴും തോന്നും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഉന്നയിക്കാനൊക്കെ പറ്റുമെങ്കിലും വചനപ്രകാരം അത് തെറ്റാണ്. ഒരു നാളും അരുത്. അപ്പോൾ അത് വീണ്ടും
തെളിയിക്കാൻ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു തത്വം, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് അർത്ഥമാക്കുന്നില്ല. കേട്ടോ, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് പാപത്തോട് വേണ്ട, നോ എന്ന് പറയാൻ പറ്റുന്നത്, അല്ലേ? പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് അപ്പോസ്തലൻ്റെ വാദം. ഇത് മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടി ഇനി ഒരു ദൃഷ്ടാന്തമാണ് 16 മുതൽ പറഞ്ഞിരിക്കുന്നത്. അത് 19-ാം വാക്യത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു എന്ന് അപ്പോസ്തലൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സത്യം മനസ്സിലാക്കുവാൻ അപ്പോസ്തലൻ മാനുഷികമായ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരികയാണ്. എന്താണ് ആ ദൃഷ്ടാന്തം? ഒരു ദാസനും തൻ്റെ യജമാനനും തമ്മിലുള്ള ബന്ധം, അല്ലേ? ഇവിടെ ഈ ദാസൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും യവന ഭാഷയിൽ അടിമ എന്നുള്ള വാക്കാണ്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കൂലിക്കാരായിട്ട് വരുന്ന ദാസന്മാരുടെ കാര്യമല്ല ഈ പറയുന്നത്. ശരിക്കും അവരെ തന്നെ യജമാനന് വിറ്റുകൊടുക്കുന്ന അടിമകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലേ? പഴയ കാലത്ത് ഈ അടിമ പരിപാടി ഉണ്ടായിരുന്നു. അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രാവിലെ 10 തൊട്ട് 11 മണി വരെ മാത്രം വരുന്ന ജോലിക്കാരെ പോലല്ല, അല്ല നമ്മുടെ വീട്ടിൽ അടുക്കളയെ സഹായിക്കാൻ വരുന്ന ജോലിക്കാരി. അവർ നമ്മുടെ ഒന്നുമല്ല, അവർ വന്ന് ജോലി ചെയ്യുന്നു, കൂലി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു, അല്ലേ? അങ്ങനത്തെ കൂലിക്കാരുടെ കാര്യമല്ല ഈ ദാസൻ എന്ന് നമ്മുടെ മലയാളത്തിലൊക്കെ എഴുതി. ദാസനല്ല, അടിമ എന്നുള്ള വാക്കാണ്. അടിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യജമാനൻ അടിമയുടെ ഉടമയാണ്, അല്ലേ? എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ജോലിക്കാരിയും എൻ്റെ വീട്ടിലെ ഒരു കസേരയും തമ്മിൽ വ്യത്യാസമുണ്ട്. കസേര എൻ്റേതാണ്, മറ്റേത് കൂലിക്കാരൻ വന്നു വേതനം വാങ്ങിച്ചു പോയി, അല്ലേ? എൻ്റെ കാറ്, എൻ്റെ കട്ടിൽ, അതൊക്കെ അതിൻ്റെയൊക്കെ ഉടമ ഞാനാണ്. എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തി എൻ്റെ അടിമയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമ ഞാനാണ്, അല്ലേ? അപ്പോൾ ആ അടിമ തൻ്റെ യജമാനനോട് അനുസരണം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതാണ് ഇവിടെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, അടിമ തൻ്റെ യജമാനന് തന്നെ തന്നെ സമർപ്പിച്ച ശേഷം യജമാനനെ അനുസരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പോഴേ ആ സമർപ്പണം അർത്ഥപൂർണമാകത്തുള്ളൂ, അല്ലേ? എന്ന് പറയുന്നത് പോലെ നാമും നമ്മുടെ മേലുള്ള യജമാനനെ അനുസരിക്കാൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ 2 യജമാനന്മാരുടെ കാര്യം പറയുന്നു. ഒന്ന് പാപം, 2 അനുസരണം അല്ലെങ്കിൽ ദൈവം, അല്ലേ? അപ്പോൾ ഒന്നുകിൽ നമ്മൾ പാപത്തിന് നമ്മുടെ ശരീരത്തെ സമർപ്പിച്ച് അതിനെ അനുസരിച്ച് മരണം ഉത്ഭവിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നീതിക്ക് സമർപ്പിച്ച് അല്ലെങ്കിൽ അനുസരണത്തിന് സമർപ്പിച്ച് ദൈവത്തിന് കൊടുക്കും, അല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താണ് ഈ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നില്ല. സമർപ്പിച്ചു, എൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത ഉത്തരവാദിത്തം, 6ാമത്തെ ക്രിയ എന്താണ്? അനുസരിക്കുക. ഇത് നമുക്ക് അനുസരിക്കുവാൻ പറ്റും, കാരണം പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് സ്വതന്ത്രരായതുകൊണ്ട് പാപത്തോട്, ഈ പഴയ യജമാനനോട് പോ എന്ന് പറയാനും പറ്റും, പുതിയ യജമാനനോട് കീഴ്പ്പെട്ട് അനുസരിക്കുവാനും കഴിയും. അപ്പോൾ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. സമർപ്പിച്ചാൽ മാത്രം പോരാ, ആ സമർപ്പണത്തിൻ്റെ നിറവിൽ, അതിൻ്റെ വെളിച്ചത്തിൽ ഇനി അനുസരിക്കണം, അല്ലേ? ഈ 17-18 വാക്യങ്ങളിൽ റോമായിലുള്ള വിശ്വാസികൾ അത് ചെയ്തു, അതിൽ അപ്പോസ്തലൻ സന്തോഷിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 17-18 വാക്യങ്ങൾ ഞാൻ എടുത്ത് പിന്നെയും വായിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ പാപത്തിൻ്റെ അധീനതയിലൊക്കെ ആയിരുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഞങ്ങളുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ആ അധീനതയിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലേ? എന്നിട്ട് 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഇപ്പം കണ്ടോ, ആദ്യം 17-18 വാക്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ലേ? അങ്ങനെ നീതിക്ക് ദാസന്മാരായി തീർന്നവരോട് പറയുകയാണ്, ഇനിയും നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ സമർപ്പണം ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, ഇത് തുടർമാനമായിട്ട് സംഭവിക്കേണ്ട ഒന്നാണ്. റോമായിലുള്ള വിശ്വാസികൾ ഇതനുസരിച്ചു എന്നും പറഞ്ഞ് സ്തോത്രം പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ് തുടർന്നും ചെയ്തോ. അല്ലാതെ നിങ്ങൾ പണ്ട് സമർപ്പിച്ചല്ലേ, അപ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല എന്നല്ല. അത് തുടർമാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഒറ്റത്തവണ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അത് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ അതെന്ത് ഉളവാക്കും? വിശുദ്ധീകരണം ഉളവാക്കും, അല്ലേ? നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. ഈ സമർപ്പണത്തിൽ
നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധീകരണം സംഭവിക്കും. ഇനി 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അവസാനമായിട്ട് ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അനുസരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അനന്തരഫലം? അപ്പോൾ ഇവിടെ 2 അനന്തരഫലവും പറയുന്നുണ്ട്. നിങ്ങൾ പാപത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിലുള്ള അനന്തരഫലവും നീതിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിലുള്ള അനന്തരഫലവും രണ്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? പാപത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അതറിയാം എന്നാണ് 21, 22 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ, 21 വാക്യം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം, പാപം തിരഞ്ഞെടുത്താൽ എന്തുളവാകും? ലജ്ജയും മരണവും, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, പാപത്തിൽ തുടരുന്ന ഒരു വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ പോലും എന്തോ കടന്നു വരും? അകാല ശാരീരിക മരണം കടന്നു വരും. അപ്പോൾ അത് ഉറപ്പായിട്ടും പാപം മരണത്തിൽ ചെന്ന് കലാശിക്കും. ഇനി അതിനു പകരം ഒരു വിശ്വാസി തനിക്ക് ഈ വീണ്ടും ജനനത്തിലൂടെ കടന്നു വന്ന ഈ സ്വാതന്ത്ര്യവും ഈ പ്രാപ്തിയുമെല്ലാം മുതലെടുത്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ നീതി തിരഞ്ഞെടുത്താൽ എന്തോ ലഭിക്കും? അത് അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ, 22 വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. അപ്പോൾ നീതി തിരഞ്ഞെടുത്താൽ അത് വിശുദ്ധീകരണത്തിലും അതിൻ്റെ അനന്തരഫലമായിട്ട് നിത്യജീവനും ഉളവാകും, അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിത്യജീവൻ വിശുദ്ധീകരണത്തിലൂടെ ലഭിക്കുമെന്നാണോ ഈ വാക്യം പറയുന്നത്? ചിലരങ്ങനെ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സുവിശേഷീകരണ യോഗത്തിൽ വിളിച്ച് അവർ പറയും രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല എന്ന്. പിന്നെ ഈ വാക്യം വിശ്വാസികളോട് ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ പറയും വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നത്. നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം യോഹന്നാൻ 3:16 എടുത്ത് വെച്ച് വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവൻ ഉണ്ടെന്നും പറഞ്ഞ് അവിശ്വാസികളോട് പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ അവർ അയ്യോ ശരിയാണല്ലോ, അല്ലേ? ഇവിടെ തന്നെ ഈ നിത്യജീവൻ നമ്മൾ വിശുദ്ധീകരണത്തിലൂടെ നേടിയെടുക്കുന്നു എന്നല്ല. കാരണം തൊട്ടടുത്ത വാക്യം 23 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ നിത്യജീവൻ ദൈവത്തിൻ്റെ കൃപാവരമാണെന്ന്. കൃപയാൽ ലഭിക്കുന്ന ഒരു ദാനമാണ് നിത്യജീവൻ. അപ്പോൾ അത് നമ്മൾ പ്രവൃത്തികളാൽ നേടിയെടുക്കുന്ന ഒന്നല്ല, അല്ലേ? നമ്മൾ മെറിറ്റ് കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല. പിന്നെന്താണ് ഈ വിശുദ്ധീകരണവും അതിൻ്റെ അല്ലെങ്കിൽ അന്ത്യം നിത്യജീവനും എന്ന് 22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അത് അവിടുത്തെ ബന്ധം നമ്മൾ മനസ്സിലാക്കണം. മുഖാന്തരമാണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന മുഖാന്തരമാണ് വിശുദ്ധീകരണം, അല്ലാതെ മൂലകാരണമല്ല, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ തമ്മിലുള്ള വ്യത്യാസം? മൂലകാരണം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ മൂലകാരണം ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ ജീവനും മരണവുമാണ് എൻ്റെ നിത്യജീവൻ്റെ മൂലകാരണം. പക്ഷേ അതിൽ ഞാൻ വളരുന്നതും നിത്യജീവൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നതിനും ഒരു മുഖാന്തരം, ഒരു പാത ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധീകരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ഇതിന് വിരോധമായിട്ട് ഒരു വിശ്വാസി തന്നെ, ആ വ്യക്തി ശിക്ഷാവിധിയിലൊന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ശരിക്കും രക്ഷിക്കപ്പെട്ട വിശ്വാസി തന്നെ പക്ഷേ പാപത്തിൽ മുതിരുന്നു, എന്തോ പറ്റും? അകാല ശാരീരിക മരണം സംഭവിക്കും. അപ്പോൾ രക്ഷയുടെ പൂർണ്ണ ആസ്വാദനത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അങ്ങ് ഛേദിച്ചു പോയി. പറയുന്ന പോലെ വിശുദ്ധീകരണത്തിലൊന്നും വളരാൻ പറ്റിയില്ല ആ വ്യക്തിക്ക്. തൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതിൻ്റെ മേൽ ജയം കൊണ്ടാടുന്ന അനുഭവമൊന്നും ആ വ്യക്തി ജീവിതത്തിൽ അറിഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് തന്നെ തത്തുല്യമായിട്ട് ആനുപാതികമായിട്ട് താൻ നിത്യതയിൽ ചെല്ലുമ്പം പ്രതിഫലവുമില്ല, അല്ലേ? നമ്മൾ വായിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം 1 കൊരിന്ത്യർ 3 ഒരു വ്യക്തിയെ പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തി അവസാന ദിവസം കടന്നു ചെല്ലുമ്പോൾ ദൈവം ശോധന ചെയ്യും, തീയിലൂടെ ഇട്ട് ശോധന ചെയ്യുമ്പോൾ പ്രവൃത്തികളെല്ലാം കത്തി നശിച്ച് ഒന്നുമില്ല, അശേഷം നശിച്ചു പോയി. പക്ഷെ ആ വ്യക്തി രക്ഷിക്കപ്പെടും. വ്യക്തി രക്ഷിക്കപ്പെട്ട് ചെന്നിട്ടുണ്ട്, ഒരു പ്രവൃത്തിയുമില്ല ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന, എല്ലാം കത്തിപ്പോയി. എന്തോ പ്രതിഫലം കാണും? വട്ടപൂജ്യം. കർത്താവ് തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ, എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നവൻ എൻ്റെ ദൈവരാജ്യത്തിൽ ഏറ്റവും താഴ്ന്നവനായിരിക്കും, അല്ലേ? നമ്മുടെ സഭയിലെല്ലാവരും ഒരുപോലെ, അതൊക്കെ ശരി തന്നെ, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ കടന്നു വരാൻ പോകുന്ന നിത്യരാജ്യത്തിൽ മുമ്പന്മാരും പിമ്പന്മാരും ഒക്കെ ഉണ്ട്. അവിടെ ഹെയറാർക്കി ഉണ്ട്, അല്ലേ? അവിടെ മേളിൽ ഒരാളും താഴെ ഒരാളും ഒക്കെ ഉണ്ട്. സഭയിൽ അതില്ല. സഭയിൽ നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇവിടെ ആരും കൂടിയവനുമില്ല കുറഞ്ഞവനുമില്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ വരുവാനിരിക്കുന്ന രാജ്യം അങ്ങനെയല്ല. ചിലരൊക്കെ ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കും, കൂടിരുന്ന് ഭരിക്കും. ചിലർ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കും, ചിലർ ചെറിയവനായിരിക്കും, ചിലർ മുൻപന്മാരായിരിക്കും, ചിലർ പിൻപന്മാരായിരിക്കും. ഇതൊക്കെ കർത്താവിൻ്റെ ഭാഷയാണ്. അപ്പോൾ കണ്ടോ, ആനുപാതികമായിട്ട് നിത്യതയിൽ ഈ തെരഞ്ഞെടുപ്പ് നിമിത്തം ചില അനന്തര ഫലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, ഈ നിത്യജീവൻ എന്നുള്ള വാക്ക്
രക്ഷിക്കപ്പെടുക എന്ന് മാത്രമല്ല, അതിനെ പല രീതിയിൽ വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ യോഹന്നാൻ 3:16 വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ നശിച്ചു പോകത്തില്ല, അവന് നിത്യജീവനുണ്ട്. ശരി. വരുവാനിരിക്കുന്ന നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനാണ്. ശരി. യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്ന നിത്യജീവൻ ദൈവത്തെ അറിയുന്നത് തന്നെയാണ്. അതൊരു ബന്ധത്തെയും അതൊരു സംസർഗത്തെയും സൂചിപ്പിക്കുന്നു, അല്ലേ? ഇതേ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, 1 തിമോത്തി 6 തോന്നുന്നു, നിത്യജീവനെ നീ പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെന്തോന്ന് മുറുകെ പിടിക്കുക? അത് രക്ഷയുടെ പൂർണ്ണതയിൽ നമുക്ക് വളരുവാൻ കഴിയും, അനുഭവത്തിൽ വളരുവാൻ കഴിയും, ആസ്വാദനത്തിൽ വളരുവാൻ കഴിയും, വിശുദ്ധീകരണത്തിലും ദൈവവുമായിട്ടുള്ള സംസർഗത്തിലും ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലൊക്കെ വർദ്ധിക്കുവാൻ കഴിയും. അതിന് ആനുപാതികമായിട്ട് നിത്യതയിൽ പ്രതിഫലവും വർദ്ധിക്കും. അപ്പോൾ കണ്ടോ, വിശുദ്ധീകരണത്തിലൂടെ നിത്യജീവനിൽ നമുക്ക് വളരുവാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പക്ഷേ ഈ നിത്യജീവൻ കൃപയുടെ ദാനമാണ്. അതുകൊണ്ട് വിശുദ്ധീകരണം വെച്ചിട്ട് നമ്മൾ നിത്യജീവൻ നേടിയെടുക്കുകയല്ല, പ്രവൃത്തിയുടെ സുവിശേഷമല്ല ഇത്. പകരം നിത്യജീവൻ്റെ വളർച്ചയിൽ പൂർണ്ണതയിൽ നമ്മൾ എത്തിപ്പെടാനുള്ള മുഖാന്തരം, ആ പാത, ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്ന പാതയാണ് വിശുദ്ധീകരണം. അപ്പോൾ വിശുദ്ധീകരണത്തിൽ വളരാത്ത വ്യക്തികൾ രക്ഷയുടെ പൂർണ്ണതയിൽ വളരത്തില്ല. അത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിലായാലും നിത്യതയിൽ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ കാര്യത്തിലായാലും നിത്യരാജ്യത്തിലുള്ള വാഴ്ചയുടെ കാര്യത്തിലായാലും അവർക്ക് എത്തിപ്പെടാവുന്ന ഉയർച്ചകളിലേക്കൊന്നും അവരെത്തിപ്പെടാൻ പോകുന്നില്ല, വിശുദ്ധീകരണത്തിൽ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ. അപ്പോൾ മനസ്സിലാക്കണം അത്, അല്ലേ? അതുകൊണ്ടാണ് ഈ ഇവിടെ ചില ബന്ധങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. 16 വാക്യം നോക്കിയാൽ നിങ്ങൾ കാണും, നീതിക്കായിട്ട് അനുസരണം, അല്ലേ? അപ്പോൾ അനുസരണം നീതിയിലേക്ക് നയിക്കും. 19 വാക്യത്തിൽ നോക്കിയാൽ നീതി വിശുദ്ധീകരണത്തിലേക്ക് നയിക്കും. 22 വാക്യത്തിൽ നോക്കിയാൽ വിശുദ്ധീകരണം നിത്യജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഇവിടെ ചില ബന്ധങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? അനുസരണത്തിലൂടെ നീതിയിലേക്ക്, നീതിയിലൂടെ വിശുദ്ധീകരണത്തിലേക്ക്, വിശുദ്ധീകരണത്തിലൂടെ നിത്യജീവൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ പൂർണ്ണ ആസ്വാദനത്തിലേക്ക്, അല്ലേ? അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാപം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 23 വാക്യം, പാപത്തിൻ്റെ ശമ്പളം കേട്ടോ, അത് പ്രവൃത്തിയുടെ കൂലിയാണ്, ശമ്പളം. പാപം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശമ്പളം മരണമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ വാക്യം അവിശ്വാസിക്കും വിശ്വാസിക്കും എല്ലാവർക്കും കൂടെ ചേർത്തങ്ങ് എഴുതിയിരിക്കുന്ന പോലെയാണ്. ഇത് രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് പാപത്തിൻ്റെ ശമ്പളം മരണം. എത്ര? എന്ത് മരണം? നിത്യമരണം. വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വീഴുക തന്നെ ചെയ്യും. അവൻ നിത്യ യാതനയിൽ പോകും, നിത്യ നരകത്തിൽ പോകും. എന്നാൽ വിശ്വാസിയുടെ കാര്യത്തിലും പാപത്തിൻ്റെ ശമ്പളം മരണമൊക്കെ തന്നെ. അത് നിത്യമരണമല്ലെന്നേ ഉള്ളൂ, അകാല ശാരീരിക മരണമായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അതെല്ലാം മരണം സംഭവിക്കും. മരണത്തിനായുള്ളൊരു പാപപ്രവൃത്തിയുണ്ട്. അങ്ങനെ പാപത്തിൽ മുതിരുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്ന് 1 യോഹന്നാനിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസിയാണേലും പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെ. അത് പിന്നെ നിത്യമരണമല്ല എന്നുള്ളതേ ഉള്ളൂ, മരണം സംഭവിക്കും. ഇനി ഇത് രണ്ടുമല്ല, നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ അനുഭവത്തിൽ മരണം സംഭവിക്കും. ദൈവമായിട്ടുള്ള സംസർഗം അപ്പം തന്നെ നഷ്ടപ്പെടും, അല്ലേ? എങ്ങനെ പോയാലും മരണം സംഭവിക്കും പാപം തിരഞ്ഞെടുത്താൽ. എന്നാൽ പകരം ദൈവത്തിൻ്റെ കൃപാവരം, കൃപയുടെ ദാനം നിത്യജീവനാകുന്നു, ക്രിസ്തുവിൽ ലഭിക്കുന്ന നിത്യജീവൻ. അത് ഒരു പാപിയെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുന്നു, ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുന്നു, അല്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് രക്ഷയുടെ പൂർണ്ണതയിൽ വളരുകയാണ്. അവനൊരു ദാനം ലഭിക്കുകയാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഈ ശരീരം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് അനുസരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷയുടെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മളെ കൃപയുടെ ദാനമായിട്ട് നയിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം. വളരെ വേഗത്തിൽ ചില ഉപദേശ സത്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് ഈ പഠനം മുന്നോട്ട് നയിക്കാം. ഇവിടെ അന്തർലീനമായിരിക്കുന്നത്, അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ നമ്മൾ ചിന്തിക്കണം. 1 വാക്യം മുതൽ 23 വാക്യം വരെ അപ്പോസ്തലൻ വിശുദ്ധീകരണം പഠിപ്പിക്കുന്ന ഈ കാതലായ അധ്യായത്തിൻ്റെ ഉപദേശം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അന്തർലീനമായിരിക്കുന്ന ഒരു തത്വമുണ്ട്. എന്താണെന്നറിയാമോ? അത് വിശുദ്ധീകരണത്തിന് രക്ഷയുടെ ഉറപ്പ് ഒരു മുൻ വ്യവസ്ഥയാണ്. ഒരു പ്രീ റെക്വിസിറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മുൻ വ്യവസ്ഥ, മുന്നമേ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇതും കൊണ്ടുവരണം. അതായത് ഈ അധ്യായത്തിൽ അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശം അനുസരിക്കാൻ ഒന്നാമത്തെ പടി എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? രക്ഷയുടെ ഉറപ്പ്. ഇതാണ് ഞാൻ 5-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ അവസാനം അവിടെ ഉപദേശം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, രക്ഷയുടെ ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. കാരണം അനിശ്ചിതാവസ്ഥയും വെച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിൽ ഒരിക്കലും വളരുവാൻ പറ്റത്തില്ല. അത് അന്നേ ഞാൻ പറഞ്ഞായിരുന്നു. കാരണം
റോമർ 6 നമ്മൾ വിശുദ്ധീകരണം പഠിച്ചല്ലോ. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം? അറിയുക. എന്തറിയുക? നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തികളാണ്. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. നിങ്ങൾ പുതു സൃഷ്ടിയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ എണ്ണണം. പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ അധീനതയില്ല. ഇതൊക്കെ ആർക്ക് എണ്ണാൻ പറ്റും? ആർക്കറിയാൻ പറ്റും? രക്ഷയുടെ ഉറപ്പുള്ളവന്. അല്ലേ? രക്ഷയുടെ ഉറപ്പ് വേണമെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതുണ്ടെങ്കിലേ ഈ ഒന്നാമത്തെ പടി പോലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു വലിയൊരു ഉപദേശമുണ്ട്. വിശുദ്ധി ഉണ്ടെങ്കിൽ രക്ഷയുടെ ഉറപ്പുണ്ട്. അത് തലതിരിച്ച ഉപദേശമായിപ്പോയി. വിശുദ്ധിയിലൂടെ രക്ഷയുടെ ഉറപ്പ് വേണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ റോമാലേഖനം 6 പറഞ്ഞിരിക്കുന്ന ഉപദേശമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഇവിടെ ഒന്നാമത് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഉറപ്പിലോട്ടാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നമ്മൾ മരിച്ചവരാണ്, നമ്മൾ പുതുജീവൻ പ്രാപിച്ചവരാണ്, പഴയ മനുഷ്യൻ നീങ്ങിപ്പോയവരാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയാമെന്ന് പറയുകയാണെങ്കിൽ ഉടനെ അതെന്താണ് തെളിയിക്കുന്നത്? എനിക്ക് രക്ഷയുടെ ഉറപ്പുണ്ടെന്നാണ്. രക്ഷയുടെ ഉറപ്പാണ് വിശുദ്ധീകരണത്തിൻ്റെ ആധാരം. അല്ലേ? നമ്മളിപ്പോൾ ആദ്യം കണ്ട ആ ദൃഷ്ടാന്തത്തിലേക്ക് മടങ്ങിപ്പോവാം. ഒരു ചേരി പ്രദേശത്ത് വളർന്ന ഒരു കുഞ്ഞ്, എടാ നീ ഇപ്പം രാജകുമാരനാണ്, നീ അതുകൊണ്ട് തന്നെ രാജാവ് പറയുന്ന പോലെ നടക്കണം എന്ന് പറയുമ്പം, രാജകുമാരനോ? എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നീ നടന്നു നോക്ക്, അപ്പം അറിയാൻ പറ്റും നീ രാജകുമാരനാണോ. അവൻ എവിടെ നടക്കും? അവൻ പഴയ ശീലത്തിലൊക്കെ നടന്നേച്ച് പറയും, ഞാൻ എപ്പോഴും പാപമൊക്കെ ചെയ്യുന്നുണ്ടാകും, ഞാനൊന്നും രക്ഷിക്കപ്പെട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. തീർന്നു. ഒന്നാമത്തെ നിങ്ങൾക്കറിയാമോ എന്നുള്ള ആ പടി തന്നെ പോയി. പൗലോസിൻ്റെ ഉപദേശമൊന്നും ഇനി ബാക്കി 5 ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? അറിയുക, വിശ്വസിക്കുക, എണ്ണുക. ഇന്ന് 3 പിന്നെയും കണ്ടു. സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ കണ്ടല്ലോ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പടിയിലേ നമ്മൾ പോയി. കാരണം എന്താ? എനിക്ക് ഉറപ്പില്ല, ഞാൻ എപ്പോഴും പാപത്തിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നുമല്ല. രക്ഷയുടെ ഉറപ്പില്ലാത്തവന് ഈ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധീകരണത്തിന് രക്ഷയുടെ ഉറപ്പ് മുൻവ്യവസ്ഥയാണ്. ഒന്നാമത് ഇത് വേണം, എങ്കിലേ വിശുദ്ധീകരണത്തിൽ നടക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത് അനിശ്ചിതാവസ്ഥ, ഉറപ്പില്ലായ്മ. അതും വെച്ചോണ്ട് വിശുദ്ധീകരണത്തിൽ ഒരിക്കലും വളരുവാൻ സാധ്യമല്ല. ഇന്ന് പലരും പഠിപ്പിക്കുന്നത്, നിനക്ക് വിശുദ്ധിയില്ലേ, നിനക്ക് രക്ഷയുടെ ഉറപ്പൊന്നുമില്ല, നീ രക്ഷയുടെ ഉറപ്പ് പ്രാപിക്കണേ, വിശുദ്ധി നടക്കണം. എങ്ങനെ നടക്കാൻ പറ്റും? ഇവർ പറയുന്ന വിശുദ്ധി അപ്പോൾ അപ്പോസ്തലൻ 6 അധ്യായത്തിൽ പഠിപ്പിക്കുന്ന വിശുദ്ധിയല്ല. അതായത് വിശുദ്ധിയാണെന്നറിയാമോ? ഭയപ്പാടിലൂടെ ഉളവാകുന്ന മതഭ്രാന്തിനെയാണ് അവർ വിശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പാസ്റ്റർമാരുടെ ഭാര്യമാർ, ഇവരൊക്കെ സഭയിൽ വലിയ ആൾ കളിക്കും. പക്ഷേ നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് നമ്മളൊന്ന് ഒതുങ്ങി മാറിയിരിക്കുമ്പോൾ അവർ തുറന്നു പറയും, എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലോട്ടോ, അവസാനം കർത്താവ് വരുമ്പോൾ പോകുമെന്ന്. ഭയത്തോടെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. അവസാനം വരുമ്പോൾ പോകണം. ഉറപ്പില്ല. കാരണം എന്താ ഉറപ്പില്ലാത്ത? ഈ വിശുദ്ധിയിലാണ് ഇവർ കാല് വെച്ചിരിക്കുന്നത്. എൻ്റെ വിശുദ്ധീകരണമൊക്കെ നോക്കിയിട്ട് ഞാൻ പോകുമോ? ഇല്ലേ. രക്ഷയുടെ ഉറപ്പ് കൊണ്ടുപോയി വിശുദ്ധീകരണത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധീകരണമാണ് രക്ഷയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്നത്. നേരെ തിരിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്, രക്ഷയുടെ ഉറപ്പാണ് വിശുദ്ധിയുടെ ആധാരം. നിനക്ക് രക്ഷയുടെ നല്ല ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് പാപത്തോടെ പോടാന്ന് പറയാൻ പറ്റുള്ളൂ. നീ എൻ്റെ പഴയ യജമാനനാണ്, നീ നീങ്ങിപ്പോയി, നിനക്ക് എൻ്റെ മേലൊരു ആധിപത്യമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അല്ലേ? ആ കൊച്ചുകുഞ്ഞിൻ്റെ ദൃഷ്ടാന്തം എടുക്കാം. ഞാൻ ദത്തെടുക്കപ്പെട്ടവൻ, ഞാനിപ്പോൾ രാജാവിൻ്റെയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ പുള്ളിയുടെ മകനാണെന്ന്. അതുകൊണ്ട് പഴയ സ്വഭാവത്തോടെ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റും. രക്ഷയുടെ ഉറപ്പില്ലാത്തവനൊന്നും വിശുദ്ധീകരണത്തിലൊന്നും വളരാൻ പോകുന്നില്ല. ഭയപ്പാടിൻ്റെ പുറത്തുള്ള ഈ സ്വയരക്ഷാ പദ്ധതിയുടെ, സ്വയനീതീകരണത്തിൻ്റെ ചില മതഭ്രാന്തിൽ അവർ വളരുമായിരിക്കും. പുറമേയൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട്, വെള്ള സാരിയും വെള്ള ഉടുപ്പുമൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടൊക്കെ നടക്കും. ലോകക്കാരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വെറും മതഭ്രാന്ത്, അത് വെറും സ്വയനീതീകരണം, അത് വെറും പ്രവൃത്തികൾ. രക്ഷയുടെ ഉറപ്പില്ലാത്ത ഒരുത്തനും അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണത്തിൽ വളരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് രക്ഷയുടെ ഉറപ്പ് വേണം. അതെങ്ങനെ വരും? ആദ്യത്തെ 5 അധ്യായങ്ങൾ പഠിപ്പിച്ചത് വീണ്ടും പോയി കേൾക്കുക. നിങ്ങൾ ക്രിസ്തുവിൽ മാത്രമാണ് നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി വിശ്വസിച്ച് ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുടെ ഉറപ്പുണ്ട്. നിങ്ങളുടെ ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പിൻ്റെ ആധാരം. ഇനി നമ്മൾ അനുസരിക്കുമ്പോൾ ഉറപ്പ് കൂടുമോ എന്ന് ചിലർ ചോദിക്കും. ഉറപ്പ് കൂടും. ഏതുറപ്പെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ഉറപ്പ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും അഷ്വറൻസ് ഓഫ് ഫെലോഷിപ്പ്. ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ഞാൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ആ ഉറപ്പ് എനിക്ക് നടപ്പിലൂടെ കൂടും. ഞാൻ അനുസരിക്കും തോറും എനിക്കറിയാം ഞാൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്. ആ ഉറപ്പ് കൂടും. പക്ഷേ രക്ഷയുടെ ഉറപ്പ് അങ്ങനല്ല. രക്ഷയുടെ ഉറപ്പ്, ഞാൻ യേശുവിൽ മാത്രം വിശ്വസിക്കുന്നത് കൊണ്ട് എന്നിൽ കടന്നു വരും. ഞാൻ യേശുവിനെ മാത്രം നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന സാക്ഷ്യമാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. നീ കാരണം നീ നിൻ്റെ പ്രവൃത്തിയിലല്ല, ക്രിസ്തുവിലാണ് നിൻ്റെ രക്ഷയ്ക്കായിട്ട് നീ നോക്കുന്നതെന്ന് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്ന ബോധ്യമാണ് ഉറപ്പ്, രക്ഷയുടെ ഉറപ്പ്. നടപ്പിൻ്റെ ആധാരത്തിൽ പറയുന്നത് നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സംസർഗത്തിൽ എനിക്ക് ഉറയ്ക്കാൻ പറ്റും, അത് ശരി തന്നെ.
പക്ഷേ നമ്മൾ പറയുന്നത് രക്ഷയുടെ ഉറപ്പാണ്. ഞാനിപ്പോൾ ആരാണ്? ഞാൻ വീണ്ടും ജനിച്ച പുതു മനുഷ്യനാണെന്നുള്ള ഉറപ്പ് എനിക്ക് പരിശുദ്ധാത്മ ഉള്ളിത്തരും. ഞാൻ രക്ഷയ്ക്കായിട്ട് യേശുവിൽ മാത്രം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഉറപ്പുണ്ടെങ്കിലേ വിശുദ്ധീകരണത്തിൽ വളരുവാൻ സാധ്യമാകുകയുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ ആ ദൃഷ്ടാന്തത്തിൽ കണ്ടായിരുന്നു, ദത്തെടുത്തതുകൊണ്ട് കൃപയാൽ ഒരു ബാധ്യത നമ്മുടെ മേലുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധിയിൽ നടക്കുന്നത് നമ്മുടെ മേലുള്ള ഒരു ബാധ്യതയാണിപ്പോൾ, അല്ലേ? അത് കൃപയാൽ കടന്നു വന്ന ഒരു ബാധ്യതയാണ്. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതിമാൻ എന്ന പദവിക്കൊത്തവണ്ണം നമ്മുടെ സ്വഭാവം അനുരൂപമാക്കണം, അല്ലേ? എനിക്ക് ലഭിച്ചിരിക്കുന്ന പദവി നീതിമാൻ, അതിനൊത്തവണ്ണം എൻ്റെ പെരുമാറ്റം, എൻ്റെ സ്വഭാവം ചേർന്ന് വരണം. ഈ പൊരുത്തക്കേട് പാടില്ല. കാരണം അങ്ങനെ പൊരുത്തക്കേട് വന്നാൽ എന്നെ ദത്തെടുത്ത, എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും. അപ്പോൾ സ്നേഹം നിമിത്തം, ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ആ രക്ഷയുടെ ഉറപ്പും ദൈവത്തോടുള്ള നന്ദി കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധി തിരഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഒന്നാം പഠനത്തിൽ കണ്ടായിരുന്നു, ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം കടന്നു വന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ സാദൃശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യമായിട്ട് നമ്മുടെ സ്നാനം, രണ്ടാമതായിട്ട് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യമായിട്ട് നമ്മുടെ പുതുക്കത്തിലുള്ള നടപ്പ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഉപദേശ സത്യം ഇതാണ്: നിങ്ങൾ വീണ്ടും ജനിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ പാപത്തിൻ്റെ മേൽ ജയാളികളാകുവാൻ നിങ്ങൾക്ക് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, പാപത്തിൻ്റെ മേൽ ജയം കൊണ്ടാടുവാൻ വേണ്ടി ദൈവം നൽകുന്ന ശക്തി ഏത് ശക്തിയാ? ആ മരണപാശങ്ങൾക്ക് കീഴിൽ കർത്താവായിരുന്നപ്പോൾ അതിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ദൈവം പ്രവർത്തിച്ച പുനരുത്ഥാന ശക്തി. മരിച്ച് കല്ലറ കിടന്ന യേശുക്രിസ്തുവിനെ മരണപാശങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ച അതേ ശക്തി പാപത്തോട് വേണ്ട എന്ന് പറയുവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധിയിൽ നടക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും പറയുന്നത് ഇതൊക്കെ വലിയ പാടാ, ഈ പാപമൊന്നും നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റും, ഇതൊക്കെ ഭയങ്കര കൂടിയ പാപം. ഈ പാപത്തെ ഇങ്ങനെ മഹത്വീകരിക്കരുത്. മരിച്ച യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ ഏത് പാപമാണ് ജയിക്കുവാൻ അസാധ്യം എന്നാണ് നിങ്ങൾ പറയുന്നത്? ചിന്തിക്കണം. ഏത് ശക്തിയോടാണ് നിങ്ങൾ ഈ തുലനം ചെയ്യുന്നത്? പാപത്തിൻ്റെ ശക്തിയോ വലിയതെന്ന് പറയുന്നത്? പുനരുദ്ധാന ശക്തിയെക്കാളും വലുതാണോ പാപത്തിൻ്റെ ശക്തി? അല്ല. ഏത് പാപത്തെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. ഏത് പാപത്തിൻ്റെ മേലും ജയം കൊണ്ടാടി വിശുദ്ധിയിൽ നടക്കുവാൻ നമുക്ക് കഴിയും. വിശുദ്ധിയിൽ നടക്കുവാൻ വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് കഴിയും. കാരണം പുനരുത്ഥാന ശക്തി. അതിനെക്കുറിച്ച് കൂടുതൽ റോമർ 8 നമ്മൾ കാണും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അവസാനമായിട്ട് ഉപദേശ സത്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു, കാതലായ വിഷയം നമ്മുടെ ശരീരത്തെ ആര് വാഴുന്നു എന്നതിനെ ചൊല്ലിയാണ് നമ്മുടെ വിശുദ്ധീകരണത്തിലെ പോരാട്ടം. രണ്ട് യജമാനന്മാരുണ്ട്. ഒന്ന് പഴയ യജമാനൻ, ഇറക്കിവിട്ട പഴയ യജമാനൻ, അവൻ വീണ്ടും വലിഞ്ഞു കയറി വരാൻ നോക്കും, അതാണ് പാപം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവം എന്ന യജമാനൻ, അല്ലേ? അപ്പോൾ ഇവിടുത്തെ കാതലായ വിഷയം എൻ്റെ ശരീര അവയവങ്ങൾ ആർക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ, ചെവികൾ, വായ, കൈകൾ, കാലുകൾ, ലൈംഗിക അവയവങ്ങൾ എന്നിവ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ജാഗ്രത പാലിക്കണം. ഇതൊരു വലിയ വിഷയമാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അവയവങ്ങളെക്കുറിച്ചും ദൈവവചനത്തിൽ വാക്യങ്ങളുണ്ട്, അല്ലേ? കണ്ണുകളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, നീ കണ്ണുകൊണ്ട് മോഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം? ചൂഴ്ന്നു കളയണം. കൈകൾ, കാലുകൾ അതിനെ വെട്ടിക്കളയണം, അല്ലേ? ചെവി കൊണ്ട്, അത് പൗലോസ് പറയുന്നുണ്ട്, പരദൂഷണം കേൾക്കരുത്. വാ കൊണ്ട് പറയരുത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ വായ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുണ്ട്, അല്ലേ? ലൈംഗിക അവയവങ്ങൾ 1 കൊരിന്ത്യർ 6 1 തെസ്സലോനിയർ 4 ലൈംഗിക വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെ നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കണം, ഇങ്ങനെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും. പിന്നെ പഴയ നിയമത്തിൽ പോവുകയാണെങ്കിൽ സദൃശ്യവാക്യങ്ങളിലുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ, അല്ലേ? അനീതിയിലേക്ക് ഓടുന്ന കാലുകൾ, അല്ലേ? പെട്ടെന്ന് പോയി ദോഷം പ്രവർത്തിക്കാൻ ഓടുന്ന കാലുകൾ. ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്ക് വചനത്തിൽ നിന്ന് എടുത്ത് പഠിക്കാം. അതെല്ലാം ധ്യാനിക്കണം. എന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നാം ജാഗ്രത പാലിക്കണം. ശുദ്ധീകരണത്തിലെ കാതലായ പോരാട്ടം എൻ്റെ അവയവങ്ങളെ ചൊല്ലിയാണ്. ആരാണ് എൻ്റെ കൈകളെ ഭരിക്കുന്നത്, കണ്ണിനെ ഭരിക്കുന്നത്, നാവിനെ ഭരിക്കുന്നത്, ചെവിയെ ഭരിക്കുന്നത്, അല്ലേ? ഇത് പാപമാകരുത്. പാപത്തിന് വാഴുവാൻ അനുവദിച്ച് കൊടുക്കരുത്. ദൈവം തന്നെ വാഴണം, അല്ലേ? ഇതൊരു വലിയ വിഷയമാണ്. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ ബൈബിൾ എടുത്ത് പഠിക്കുക. അവസാനമായിട്ട് പ്രായോഗിക വിലയിരുത്തലിൽ ഈ 6 കൽപ്പനകളും നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം, അല്ലേ? എന്താണ് വിശുദ്ധീകരണത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം? അറിയുക, വിശ്വസിക്കുക, എണ്ണുക, സമർപ്പിക്കുക, ഏൽപ്പിക്കുക, അനുസരിക്കുക. ആദ്യത്തെ 3 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അറിയുക, വിശ്വസിക്കുക, എണ്ണുക.
ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ രക്ഷയുടെ നല്ല ഉറപ്പുണ്ടായിരിക്കണം. എപ്പോഴും ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. രക്ഷയുടെ ഉറപ്പ് ഉണ്ടായിരിക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെ എണ്ണാൻ പഠിക്കണം. നിങ്ങളെ വിലയിരുത്തുമ്പോൾ രക്ഷയുടെ ഉറപ്പിൽ നിന്ന് വേണം വിലയിരുത്താൻ. ഞാൻ രക്ഷിക്കപ്പെടാമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പോടെ പാപത്തോട് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കണ്ടതാണ് പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്. ബുദ്ധിപരമായ മനോഭാവത്തിൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. എന്തൊക്കെയാണ്? സമർപ്പിക്കുക. എന്നെ തന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കണം. ഞാൻ എൻ്റെ പുതിയ യജമാനൻ്റെ വകയാണ്. ഈ ശരീരവും ഈ ജീവിതമൊന്നും എൻ്റേതല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റേതാണെന്നും പറഞ്ഞ് എന്നും സമർപ്പിക്കണം. ഈ രാവിലെയുള്ള പ്രാർത്ഥനയിൽ ഒന്നാമത് ചെയ്യേണ്ടത് ഇതായിരിക്കണം. അല്ലേ? എല്ലാവർക്കും രാവിലെ ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈനംദിനമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഇതാണ്: ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞാൻ നിൻ്റേതാകുന്നു, എൻ്റേതല്ല, ലോകത്തിൻ്റെതല്ല, പാപത്തിൻ്റെതല്ല, പിശാചിൻ്റെതല്ല, ആരുടെയുമല്ല, ഞാൻ നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദിവസവും നമ്മൾ സമർപ്പിക്കണം. രണ്ടാമതായിട്ട് അതിൻ്റെ അർത്ഥം എൻ്റെ കൈകാലുകളെ, എൻ്റെ കണ്ണുകളെ, എൻ്റെ വായെ, എൻ്റെ ചെവിയെ, അല്ലേ, എൻ്റെ ലൈംഗിക അവയവങ്ങളെല്ലാം ഞാൻ നീതിക്ക് കൊടുക്കും, പാപത്തിന് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണം. അവസാനമായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെ അനുസരിക്കണം, പാപത്തെ അനുസരിക്കരുത്. അല്ലേ? പെട്ടെന്ന് ഒരു ദൃഷ്ടാന്തം എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയും, ഒരു ഉദാഹരണം പോലെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രലോഭനം വരികയാണ്. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് ദോഷം പ്രവർത്തിക്കണമെന്ന് ഒരു പ്രലോഭനം വരികയാണ്. നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞവനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ദോഷം പ്രവർത്തിച്ചവരോ, നിങ്ങൾക്ക് ഓഫീസിൽ നിങ്ങൾക്കെതിരെ നീങ്ങിയവനെയോ വല്ലോ നിങ്ങൾക്ക് ദ്രോഹിക്കാനൊരു ഒരു 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 കാര്യം വരികയാണ്. മാത്രമല്ല, ഇച്ചിരി കഴമ്പുള്ള എന്തോ വസ്തുത നിങ്ങൾക്ക് കിട്ടി. ആ വ്യക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സത്യാവസ്ഥ, ആ വ്യക്തിയുടെ പേര് ദുഷിക്കാൻ സാധ്യതയുള്ള നല്ല ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടി. അല്ലേ? നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾക്കൊന്നെങ്കിൽ ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഉള്ള മഞ്ഞപ്പത്രങ്ങൾ, പണ്ടൊക്കെ മഞ്ഞപ്പത്രം പ്രിൻ്റ് ചെയ്തായിരുന്നു, ഇപ്പോൾ യൂട്യൂബിലാണ് ഓരോ മഞ്ഞപ്പത്രങ്ങൾ. അപ്പം തന്നെ ഫ്ലാഷ് ചെയ്ത് ഓരോരുത്തരെ നാറ്റിക്കാം. അല്ലേ? അതാണ് പഴയ മനുഷ്യൻ്റെ സ്വഭാവം. അപ്പം തന്നെ 100 പേരെ വിളിച്ച് പറഞ്ഞ് അവനെ ഒന്ന് നാറ്റിച്ച് സായുജ്യം അടയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് അറിയുക. ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ മരിച്ചു. അതൊക്കെ പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഈ പ്രതികാരം ചെയ്യലും മറ്റുള്ളവരെ ദുഷിക്കലും അതിൽ സ്വയനീതി പ്രാപിച്ച് ഞാൻ മറ്റവനേക്കാൾ നല്ലവനാണല്ലോ എന്നും പറഞ്ഞ് സന്തോഷിക്കുക. അതൊക്കെ പഴയ മനുഷ്യനാണ്. ഞാൻ പുതുമനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ അങ്ങനെ തന്നെ എണ്ണുന്നു. ഞാൻ എണ്ണുകയാണ്. ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പുതുമനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അല്ലേ? എന്നിട്ട് എൻ്റെ വായെയും, ഇത് പറയാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ വാട്സാപ്പിൽ കൂടെ നമ്മുടെ കൈകൾ, നമ്മുടെ വിരലുകളായിരിക്കും, എൻ്റെ കയ്യെയും എൻ്റെ മനസ്സിനെയും ഒക്കെ ഞാൻ നീതി കേൾപ്പിക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? പ്രായോഗിക തലത്തിൽ ഞാൻ വാട്സാപ്പ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ എഴുന്നേറ്റ് പോയി എൻ്റെ കൈ കൊണ്ട് വല്ല ജോലിയും ചെയ്യാൻ പോകും. അല്ലെ മറ്റൊരു വ്യക്തിയെ സഹായിക്കാനായിട്ട് എൻ്റെ കൈകളെ ഉപയോഗിക്കും. അല്ലേ? എൻ്റെ ജോലി ചെയ്യാൻ പോലെ അത് ഇതൊന്നും ചെയ്യാൻ പോകത്തില്ല. അങ്ങനെ വേറൊരു ജോലിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എൻ്റെ കൈകളെയും വായയും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇനി വേറൊന്നും ചെയ്യാൻ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും. അല്ലേ? എന്നിട്ട് ഞാനങ്ങ് അനുസരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിലർക്ക് ഇത്രയേ ഉള്ളൂ വിശുദ്ധി ജീവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അനീതിക്ക് കൊടുത്തില്ല, നീതിക്ക് കൊടുത്തു. അപ്പോൾ ചിലർക്ക് പറയാം, ഇതെന്തോന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പാപമൊക്കെ നീങ്ങാൻ പറ്റും, ഇത് ഈ പറയുന്ന വ്യക്തിക്ക് പാപത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും ഇയാൾക്ക് അത്ര വലിയ പ്രലോഭനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇതെന്തോന്ന് ഇതും വെച്ചോണ്ട് പ്രലോഭനത്തെ ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അറിയാവോ നിങ്ങൾക്ക്, ഈ അടുത്ത കാലത്ത് ബ്രെയിൻ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ചില കാര്യങ്ങളുണ്ട്. അല്ലേ? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് പരിചരിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്നു. അത് ആദ്യം വളരെ നമ്മൾ ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്യണം, പിന്നെ അങ്ങ് കയറി ഇരുന്ന് അങ്ങ് പൊക്കോളും. വണ്ടി ഓടിക്കുന്നത് അങ്ങനെ പഠിച്ചപ്പം ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണമായിരുന്നു. പിന്നെ അങ്ങ് ഉറങ്ങിയാലും ഇരുന്ന് ഓടിക്കാൻ പറ്റും. അല്ലേ? ഉറങ്ങി പറ്റത്തില്ല, എന്നാലും ദിവാസ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാനൊക്കെ പറ്റും. കാരണം എന്താണ്? നമ്മുടെ അവബോധ മനസ്സിലത് കയറിക്കഴിഞ്ഞു. അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പരിചരിച്ച ചില കാര്യങ്ങളിൽ നിന്നും മാറ്റി പിടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പരിചരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ പുതിയത് നമുക്ക് സ്വാഭാവികമായി മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് ഉപ്പ് കഴിക്കുന്നൊരു വ്യക്തി, ചിലരൊക്കെ അങ്ങനെ ഉണ്ട്, ഈ ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാൻ പോലെ കൂടെ ഉപ്പ്. ഈ ചോറും കറിയിലും ഈ കറികളിലൊക്കെ ഉപ്പുണ്ട്, അത് പോരാഞ്ഞിട്ട് ഉപ്പ്, അല്ലെ, തൈരിൽ ഉപ്പ് വാരിയിട്ട് അടിക്കുന്നവരുണ്ട്. അപ്പോൾ നല്ല പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരും. അപ്പോൾ ഡോക്ടർ പറയും എല്ലാം നിർത്തണമെന്ന്. അപ്പോൾ ആദ്യമൊക്കെ ഇത് നിർത്തുമ്പം ചോറൊന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇതെങ്ങനെ കഴിക്കും?
ഉപ്പ് കുറച്ച് 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 ഒരു വർഷം കഴിയുമ്പോഴേ പുള്ളിക്ക് പിന്നെ ഉപ്പേ വേണ്ട. ഉപ്പൊക്കെ ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ അയ്യോ ഇത് ഒരുപാട് ഉപ്പെന്ന് പറയും. എന്ത് പറ്റി? നമ്മുടെ തലച്ചോറ് റീവയർ ചെയ്യും. അപ്പം നമുക്ക് ശീലങ്ങളെ മാറ്റുവാൻ കഴിയും. എന്താ ചെയ്യേണ്ടേ? പഴയതിന് പകരം പുതിയതൊന്ന് ചെയ്താൽ മതി, ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് വെറും തലച്ചോറ് വിഷയമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുത്ത് പഴയ മനുഷ്യൻ നീങ്ങിപ്പോയി, നമ്മൾ കൃപയുടെ ആധിപത്യത്തിലായി പാപത്തിൻ്റെ ആധിപത്യം നീങ്ങിപ്പോയത് കൊണ്ട് ഇതെല്ലാം നമുക്ക് സാധ്യമാണ്. രക്ഷിക്കപ്പെടാത്ത വ്യക്തി ഈ തലച്ചോറിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നോക്കി അവന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ ശരീരം അതിനനുസരിച്ച് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് സയൻറ്റിഫിക്കലിയും പ്രൂവണാണ്. സ്വഭാവശീലങ്ങളെ മാറ്റുവാൻ കഴിയും, അല്ലേ? അത് ഈ ഈ മറ്റ് വിഷയങ്ങളിൽ, ഉപ്പിൻ്റെ വിഷയത്തിലൊക്കെ രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്കും ചെയ്യാൻ പറ്റും. പക്ഷേ പാപത്തിൻ്റെ വിഷയത്തിൽ വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അവർക്ക് ചെയ്യാൻ കഴിയുകയും പറ്റും, അത് മാറുകയും ചെയ്യും. പണ്ടൊക്കെ എനിക്ക് ഇത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി എന്ന് പറയുന്ന വിശുദ്ധന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, അല്ലേ? പണ്ട് എനിക്ക് ദേഷ്യം വന്ന അപ്പം ഞാൻ തെറി വിളിക്കുമായിരുന്നു. ഇപ്പോൾ തെറിയൊന്നും മനസ്സിൽ കൂടെ പോകുന്ന പോലും ഇല്ല. എന്ന് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും. എന്ത് ചെയ്താൽ മതി? അറിയുക, വിശ്വസിക്കുക, എണ്ണുക, സമർപ്പിക്കുക, ഏൽപ്പിക്കുക, അനുസരിക്കുക, അല്ലേ? അങ്ങനെ ദൈവം നിങ്ങളെ വിശുദ്ധീകരണത്തിൽ വളർത്തട്ടെ. വിശുദ്ധീകരണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും 2 അധ്യായങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ മനപ്പാഠവാക്യം റോമർ 6:13-14 നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ആമേൻ. ഇതാണ് ഇന്നത്തെ പഠനം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ പഠനം അവസാനിപ്പിക്കാം.